കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹമാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായമാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് ധ്യാനിച്ചത്. ഇവിടെ ഒരു കാര്യം വളരെ ഗൗരവമായിട്ട് നമ്മൾ ഒരുമിച്ച് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തു സൃഷ്ടിയിൽപ്പെട്ടതാണ്. അപ്പം യഹോവ സാക്ഷികൾ എന്ന ആ ഗ്രൂപ്പ് പഠിപ്പിക്കുന്നത് പിതാവായ ദൈവം സൃഷ്ടിച്ചതാണ് യേശു ക്രിസ്തുവിനെ. അതിനാധാരമായിട്ട് അവർ പറയുന്ന വേദഭാഗങ്ങൾ നമ്മൾ കൊലോസ്യലേഖനം 1:16 മുതൽ താഴോട്ട് വായിച്ച വേദഭാഗം, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വ സൃഷ്ടികൾക്കും ആദ്യജാതനുമാണ്. അപ്പോൾ ആദ്യമായിട്ട് അവനെ സൃഷ്ടിച്ചു, എന്നിട്ട് അവൻ മുഖാന്തരം സകലത്തെയും സൃഷ്ടിച്ചു എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അതിനെ വളരെ ഗൗരവത്തോടെ അരക്കിട്ടുറപ്പിക്കുന്ന വേദഭാഗമാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം നമ്മൾ വായിക്കുന്നത്. ലവോദിക്ക സഭയുടെ ദൂതിനകത്ത് അതിൻ്റെ പ്രാരംഭ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്, ദൈവ സൃഷ്ടിയുടെ ആരംഭമായവൻ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യും. അപ്പം ഈ വേദഭാഗങ്ങളൊക്കെ ഇങ്ങനെ ചേർത്ത് ചിന്തിച്ചിട്ട് ഈ യഹോവ സാക്ഷികളും പിന്നെ അതുപോലുള്ള അനേക ഗ്രൂപ്പുകളുണ്ട് പഠിപ്പിക്കുന്നത് പിതാവായ ദൈവം അവൻ ഏകനാണ്. യേശു ക്രിസ്തു പിതാവായ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ, അല്പം കൂടെ ആഴമായി പറഞ്ഞാൽ, സർവ്വ സൃഷ്ടികൾക്ക് മുൻപേ യേശുവിനെ സൃഷ്ടിച്ചിട്ട് യേശു മൂലം ബാക്കിയുള്ളതിനെ എല്ലാറ്റെയും സൃഷ്ടിച്ചു എന്ന് പഠിപ്പിക്കും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം, സകലതും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഇനി നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരുമ്പോഴും ഒരു ഭാഗം ഇങ്ങനെ കാണുന്നു, അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി. കൊലോസ്യലേഖനവും കാണുന്നു, അവൻ മുഖാന്തരം സകലത്തെയും ഉളവാക്കി. ഇത് തന്നെ എബ്രായ ലേഖനത്തിലും നമ്മൾ കാണുന്നുണ്ട്. എബ്രായ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. ഇനി നമ്മൾ റോമാലേഖനത്തിലേക്ക് വന്നാലും നമുക്ക് കാണാൻ കഴിയും. റോമാലേഖനം 11:36, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ, അവന് എന്നേക്കും മഹത്വവും ആണ്. അതിൻ്റെ 33 മുതലാണെങ്കിൽ ഇച്ചിരി ഗൗരവമായിട്ട് നമുക്ക് ആ കാര്യം മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയം, അവൻ്റെ വഴികൾ എത്ര അഗോചരവും ആകുന്നു. കർത്താവിൻ്റെ മനസ്സറിഞ്ഞവനാർ, അവന് മന്ത്രിയായിരുന്നവൻ ആർ, അവന് വല്ലതും മുൻപേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആർ. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകും. സകലതും അവൻ മുഖാന്തരമാണല്ലോ. അപ്പോൾ യേശു ക്രിസ്തു സകലത്തെ സൃഷ്ടിച്ചു എന്ന് തെളിയിച്ചിട്ട് നമുക്ക് യേശു ക്രിസ്തു സൃഷ്ടിയിൽപ്പെട്ടതാണോ സൃഷ്ടിതാവിൽപ്പെട്ടതാണോ എന്ന് നമുക്ക് നോക്കാം. അതിനാധാരമായിട്ട് റോമാലേഖനം 11:36 വാക്യം, എബ്രായ ലേഖനം 1:3 വാക്യം, യോഹന്നാന്റെ സുവിശേഷം 1:2-3 വാക്യം, യോഹന്നാന്റെ സുവിശേഷം 1:10 വാക്യം, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ലവോദിക്ക സഭയുടെ ദൂതിൻ്റെ പ്രാരംഭ ഭാഗം. ഇപ്പം വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങൾ, 2 അധ്യായത്തിൽ യേശുക്രിസ്തു സൃഷ്ടിതാവാണോ സൃഷ്ടിയിൽപ്പെട്ടതാണോ എന്ന് നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം, 4 ജീവികളും ഓരോന്നിനും 6 ചിറകുകൾ ഉള്ളതായി ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞു നിൽക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവ്വശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്നവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെ 24 മൂപ്പന്മാർ സിംഹാസനത്തിൽ ഇരിക്കുന്നവന് മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവായി ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിലിടും. ഇവിടെ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ എന്ന പ്രയോഗം യേശുക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. മറ്റൊന്ന്, അവൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് വിളിച്ചേക്കുന്നത്. ഇവിടെ വെളിപ്പാട് പുസ്തകം 1:18 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഇവിടെ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം
9-ാം വാക്യത്തിൽ കാണുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെ 24 മൂപ്പന്മാർ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. എന്നിട്ട് വിളിക്കുകയാണ് കർത്താവേ എന്നാണ്. കർത്താവേ എന്ന് വിളിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ് അല്ലേ? നമ്മൾ കർത്താവായി സ്വീകരിച്ചത് ആരെയാണ്? യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറഞ്ഞു നമ്മൾ. അപ്പം ഇവിടെ കർത്താവേ എന്ന് പരാമർശം യേശുക്രിസ്തുവിനെ കാണിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും എന്ന പ്രയോഗം യേശുക്രിസ്തുവിനെ കാണിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ എന്ന് പറഞ്ഞിരിക്കുന്നതും യേശുക്രിസ്തുവിനെ കാണിക്കുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് അവനോട് പറയുന്ന വാക്ക് കണ്ടോ? ഈ 24 മൂപ്പന്മാർ കർത്താവിനെ നോക്കി പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോ? കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും. അപ്പോൾ സകലത്തെയും സൃഷ്ടിച്ചത് യേശുക്രിസ്തുവാണ്. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചത് എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിലിടും. അപ്പോൾ സകലത്തെയും സൃഷ്ടിച്ചത് യേശുക്രിസ്തുവാണ്. അവൻ മുഖാന്തരം പിതാവ് സൃഷ്ടിച്ചു എന്ന് പറയാം, അവനെ കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറയാം. അവൻ മുഖാന്തരം അവിടുത്തെ ഇഷ്ടം ഹേതുവായിട്ടാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ ഉള്ള പരാമർശം. ഇതിൻ്റെ ഒരു പഴയ നിയമ വെളിപ്പാട് നമുക്ക് കാണാൻ കഴിയുന്നത് സദൃശ്യവാക്യം 8 വരുമ്പോഴാണ്. സദൃശ്യവാക്യം 8-ാം അധ്യായം വളരെ ഗുരുതരമായ നിലയിലാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. സദൃശ്യവാക്യം 8-ാം അധ്യായം. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നമുക്കത് മനസ്സിലാക്കി തരട്ടെ. 22-ാം വാക്യം, യഹോവ പണ്ടേ തൻ്റെ വഴിയുടെ ആരംഭമായി, കണ്ടോ, വഴിയുടെ ആരംഭമായി തൻ്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി. തൻ്റെ പ്രവൃത്തിയുടെ ആദ്യമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല സൃഷ്ടികൾക്കും ആദ്യമായി എന്നുള്ള കൊലോസ്യ ലേഖനം 1:16 മുതലുള്ള ആ ഭാഗമാണ് അതിനെ മനസ്സിലാക്കുന്നത്. അതിൻ്റെ മറ്റൊരു നിലയിൽ ഈ സദൃശ്യവാക്യക്കാരൻ അവതരിപ്പിച്ചിരിക്കുകയാണ്. തനിക്ക് ലഭിച്ച ജ്ഞാനത്തിൽ അങ്ങനെ അവതരിപ്പിച്ചിരിക്കുക. യേശുക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനുമാണ്. അപ്പോൾ സർവ്വ സൃഷ്ടികളും ഉളവാകുന്നതിന് മുൻപ് അവനെ ജനിപ്പിച്ചു എന്നതാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ സർവ്വസൃഷ്ടിയുടെ ആരംഭം എന്നാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ. ഈ രണ്ട് പ്രയോഗത്തിൽ ഈ ഒരേ കാര്യത്തെയാണ് കാണിച്ചിരിക്കുന്നത്. ഒരേ കാര്യത്തെ രണ്ട് രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഷാപ്രയോഗങ്ങളും വ്യത്യാസമാണ്. 8:22 സദൃശവാക്യം, യഹോവ പണ്ടേ തൻ്റെ വഴിയുടെ ആരംഭമായി തൻ്റെ പ്രവർത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി എന്ന് പറഞ്ഞു. എന്നെ എന്ന് വിളിക്കുന്ന യേശുക്രിസ്തുവിനെ ഉദ്ദേശിക്കുന്നു. ജ്ഞാനം, ദൈവത്തിൻ്റെ ജ്ഞാനമാണ് യേശുക്രിസ്തു. 1 കൊരിന്ത്യർ 1:30 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത്, അവൻ യേശുക്രിസ്തു ദൈവത്തിങ്കൽ നിന്ന് നമുക്ക് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അപ്പം ജ്ഞാനം യേശുക്രിസ്തുവാണ്, ദൈവത്തിൻ്റെ ജ്ഞാനമാണ് യേശുക്രിസ്തു ഒരർത്ഥത്തിൽ. അപ്പം ആ ജ്ഞാനത്തെക്കുറിച്ച് സദൃശവാക്യം 8 പറഞ്ഞിട്ട് പറയുകയാണ്, അവൻ്റെ പ്രവൃത്തിയുടെ ആരംഭമായിട്ട് എന്നെ ഉളവാക്കിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ജനിപ്പിച്ചു എന്നും കിടക്കുന്നുണ്ട്. ആഴങ്ങളില്ലായിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു. അതിൻ്റെ 25-ാം വാക്യം, പർവ്വതങ്ങളെ സ്ഥാപിക്കുന്നതിന് മുൻപേ കുന്നുകൾക്ക് മുൻപേ ഞാൻ ജനിച്ചിരിക്കുന്നു. അപ്പോൾ ഇതുതന്നെയാണ് അവൻ സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനെന്ന് കാണുന്നില്ല, അവൻ സർവ്വ സൃഷ്ടികൾക്കും ആദ്യജാതനെന്ന് കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത് എടുത്തു നോക്കുമ്പോൾ ഈ സദൃശ്യവാക്യം 8-ാം അധ്യായത്തിൽ ഉളവാക്കിയെന്നും ജനിച്ചിരിക്കുന്നു എന്നിങ്ങനെ 2 പദം, ജനിച്ചിരിക്കുന്നു എന്ന് 2 ഭാഗത്ത് പറയുന്നുണ്ട്. സദൃശ്യവാക്യം 8:24 ജനിച്ചിരിക്കുന്നു എന്ന് കാണുന്നു, 25 ജനിച്ചിരിക്കുന്നു എന്ന് കാണുന്നു. എപ്പോൾ? ആഴങ്ങളില്ലായിരുന്നപ്പോൾ, പർവ്വതങ്ങളെ സ്ഥാപിക്കുന്നതിന് മുൻപേ, കുന്നുകളെ സ്ഥാപിക്കുന്നതിന് മുൻപേ എന്ന് പറഞ്ഞ് സകല സൃഷ്ടിയെയും ഉളവാക്കുന്നതിന് മുൻപ് എന്നെ ജനിപ്പിച്ചു, അല്ലെങ്കിൽ എന്നെ ഉളവാക്കി, എന്നെ സൃഷ്ടിച്ചിട്ട് അല്ലെങ്കിൽ എന്നെ ഉളവാക്കിയിട്ട് എന്നെ ജനിപ്പിച്ചിട്ടാണ് ദൈവം സകലത്തെ സൃഷ്ടിച്ചു എന്നാണ് അവരുടെ മതം പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ അധ്യായം തന്നെ ഒന്ന് ആഴമായിട്ട് വിലയിരുത്തിയാൽ ഇത് മനസ്സിലാക്കാനുള്ളത്, സദൃശവാക്യം 8:22 ഉളവാക്കി എന്ന പദം കിടപ്പുണ്ട്, 24 ജനിച്ചിരിക്കുന്നു എന്ന് കാണുന്നു, 25 ജനിച്ചിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഈ പദങ്ങളൊക്കെ വെച്ചിട്ട് യേശുക്രിസ്തു ഒരു സൃഷ്ടി ആണ്, അല്ലെങ്കിൽ യേശുക്രിസ്തു പിതാവായ ദൈവത്താൽ സൃഷ്ടിക്കപ്പെടുകയും അല്ലെങ്കിൽ ജനിക്കപ്പെടുകയും ഉളവാക്കപ്പെടുകയും ചെയ്തിട്ട് അതിനുശേഷമാണ് സകലത്തെ സൃഷ്ടിച്ചെന്ന് വരുന്ന സാധൂകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ലിത്. അതിൻ്റെ തെളിവ് അതിൻ്റെ 23-ാം വാക്യമാണ്. 22 ഉളവാക്കിയെന്ന് കാണുന്നു, 24 25 ജനിപ്പിച്ചു എന്ന് കാണുന്നു,
എന്നാൽ 23 29 വാക്യങ്ങൾ കൃത്യമായി നമ്മൾ എങ്ങനെ മനസ്സിലാക്കണമെന്ന് തരുന്നുണ്ട്. 23 വാക്യം, ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുൻപേ നിയമിക്കപ്പെട്ടിരുന്നു. അതാണ് കറക്റ്റ്. അപ്പോയിൻമെന്റ് ചെയ്യപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ എന്താ? സകലത്തെയും ദൈവം സൃഷ്ടിക്കുന്നതിന് മുൻപ് യേശു ക്രിസ്തുവിനെ നിയമിച്ചെന്ന്. എന്തിനാ നിയമിച്ചത്? പാപം ചെയ്ത് ആദാം ദൈവദേശം നഷ്ടപ്പെടുകയും ഭൂമി ശാപ അവസ്ഥയിലേക്ക് കടന്നുപോയാൽ ആ മനുഷ്യവർഗത്തെയും അവന് ദൈവം ദാനമായി കൊടുത്ത ഭൂമിയെയും വീണ്ടെടുത്ത് പാപമോചനവും മരണമോചനവും മനുഷ്യവർഗത്തിനും ശാപമോചനം സൃഷ്ടികൾക്കും കൊടുത്തിട്ട് ഒരു പുതുലോക വ്യവസ്ഥ സ്ഥാപിക്കാനുള്ള വീണ്ടെടുപ്പുകാരനായിട്ടുള്ള നിയമനം യേശു ക്രിസ്തുവിന് കിട്ടി എന്നതിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ സർവ്വ സൃഷ്ടികൾക്ക് മുൻപേ നിയമിച്ചു എന്ന പദം മറ്റു 2 നിലകളിലൂടെ അവതരിപ്പിക്കുകയാണ്. എങ്ങനെ? ഒന്ന് ജനിപ്പിച്ചിരിക്കുന്നു, മറ്റൊന്ന് ഉളവാക്കിയിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കണ്ടിരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി അവൻ്റെ സിംഹാസനത്തിന് മുൻപിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതി. മരിച്ചവരിൽ ആദ്യജാതനായ യേശു. അപ്പോൾ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ അതിനെ ആദ്യജാതൻ എന്നാണ് വിളിച്ച് ജനിപ്പിച്ചു എന്നാണ് കിടക്കുന്നത്. പക്ഷേ പൗലോസ് ഈ യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യ ഫലമായിട്ട് ഉയർത്തെഴുന്നേറ്റെന്നാണ് പറഞ്ഞേക്കുന്നത്. പൗലോസ് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റു, ഫസ്റ്റ് ഫ്രൂട്ട്. എന്നാൽ പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനത്തിൽ അവതരിപ്പിച്ച കൊരിന്ത്യർ ലേഖനത്തിൽ അങ്ങനെയാണല്ലോ പറയുന്നത്. തനിക്ക് ലഭിച്ച ജ്ഞാനത്തിൽ താൻ പറയുന്നത് എന്താണ്? യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യ ഫലമായിട്ട് ഉയർത്തെഴുന്നേറ്റു. എന്നാൽ അതേ കാര്യം തന്നെ യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി ജനിച്ചവൻ, അഥവാ ആദ്യജാതൻ എന്നാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, കല്ലറയിൽ നിന്ന് യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ ജനിച്ചു എന്ന പദം കൊണ്ടാണല്ലോ അതിനെ നമുക്ക് ബോധിപ്പിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് യേശു അതിനു മുമ്പില്ലായിരുന്നു. കല്ലറയിൽ നിന്ന് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ജനിച്ചിരിക്കുന്നു എന്ന്, കല്ലറയിൽ നിന്ന് യേശു ആദ്യ ഫലമായിട്ട് ആദ്യ ജാതനായിട്ട് ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടം തൊട്ടേ ഉള്ളൂ യേശു. അതിനു മുമ്പ് യേശു ഇല്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ യേശു ക്രിസ്തു കല്ലറയിൽ നിന്ന് ആദ്യ ജാതനായിട്ട് ജനിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തിനെ കാണിക്കുന്നു? മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ അവൻ ആദ്യ ഫലമായി മാറി മരിച്ചവർക്ക് മുൻപനായിട്ട് നിൽക്കുകയാണ്. മുൻപനായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കുന്ന തേജസ്സിലേക്ക് നയിക്കപ്പെടുന്ന പുത്രന്മാരുടെ ആദ്യനായിട്ട് നിൽക്കുകയാണ്. ആ നിയമനമാണ് കാണിക്കുന്നത്. യേശു ക്രിസ്തു ആദ്യനായി നിയമിക്കപ്പെട്ടവൻ. പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെട്ട് മരിച്ചുപോയ മനുഷ്യവർഗത്തിന് മുൻപിൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ആ ഉയർത്തെഴുന്നേക്കാനുള്ള അപ്പോയിൻമെൻറ്റ് കർത്താവിനാണ് കിട്ടിയിരിക്കുന്നത്. നിയമനം. കാരണം അവിടെ തൊട്ടല്ലല്ലോ യേശു ഉള്ളത്. അതിനു മുമ്പ് യേശു 33 വർഷം ഇവിടെ ജീവിച്ചു. അതിനു മുമ്പ് യേശു ഉണ്ടല്ലോ. മറിയയുടെ ഉദരത്തിൽ 9 മാസം ഉണ്ടായിരുന്നു. അതിനു മുൻപ് യേശു ഉണ്ടായിരുന്നു, അബ്രഹാമിന് മുൻപ്. എന്നാൽ അതിനു മുൻപ് യേശു ഉണ്ടായിരുന്നു, പിതാവിനോടുകൂടെ നിത്യതയിൽ. എന്നാൽ യേശു ക്രിസ്തുവിന് ഒരു ജീവാരംഭവും ജീവാവസാനവും ഉള്ളതായിട്ട് രേഖയുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു ജീവാരംഭവും ജീവാവസാനവും ഉള്ളവനാണ്. അപ്പോൾ തന്നെ മാതാവും ഇല്ല, പിതാവും ഇല്ല. അവന് ആരംഭവും ഇല്ല, അവസാനവും ഇല്ല. അവന് പിതാവും ഇല്ല, മാതാവും ഇല്ല. അപ്പോൾ തന്നെ അവൻ ആൽഫയും ഒമേഗയുമായി. അപ്പോൾ തന്നെ അവന് ആരംഭവും അവസാനവും ഉണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? അത് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ കൃത്യമായി കേൾക്കുക. പ്രാർത്ഥനയാണ്. എബ്രായ ലേഖനത്തിലാണ് ഈ പ്രയോഗം കാണുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് യേശു ക്രിസ്തുവിന് അപ്പനുമില്ല, അമ്മയില്ല. കാരണം അവൻ തന്നെ പിതാവാണ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കും, ഞാനും പിതാവും ഒന്നാകുന്നു. യോസേഫും മറിയൊന്നും അവന് ആവശ്യമില്ല. അങ്ങനെ നോക്കിയാൽ അപ്പം നിത്യനായ ദൈവപുത്രൻ, അവൻ ആരംഭവുമില്ല, അവസാനവുമില്ല, അപ്പനുമില്ല, അമ്മയില്ല. അവൻ നിത്യനായ ദൈവപുത്രനാണ്. അനാദി കാലങ്ങൾക്ക് മുൻപ് അവൻ പിതാവായ ദൈവത്തോടു കൂടെയാണ്. എന്നാൽ അവന് ആൽഫയോ ഒമേഗയായി മാറിയത് എന്തുകൊണ്ടാണ്? എവിടെയാണോ അവൻ ആൽഫയായത്? എവിടെയാണ്? ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ ആൽഫയായി മാറി എന്ന് പറഞ്ഞാൽ ആരംഭമുള്ളവനായിട്ട് മാറി. ജനിച്ചു ഈ ഭൂമി. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആ ശിശു ജനിച്ചപ്പോൾ അവനൊരു ആരംഭമുണ്ട്. അവൻ മരിച്ചു 33 വയസ്സിൽ, അവൻ അവസാനിച്ചു. അവനൊരു മാതാവിൻ്റെ ശരീരത്തിലാണ്, ഒരു സ്ത്രീയുടെ ശരീരത്തിലാണ്, ഒരു വിശുദ്ധ സ്ത്രീയുടെ ശരീരത്തിലാണ് ആ ദൈവം ആ സ്ത്രീയുടെ ഉദരം സ്വീകരിച്ചുകൊണ്ടാണ് ദൈവം ചുരുങ്ങി ആ ഉദരത്തിലേക്ക് ഇറങ്ങി ഭൂമിയിലേക്ക് അവതരിച്ചത്. അപ്പോൾ നിത്യനായ യേശു ക്രിസ്തുവിന് ജീവാരംഭവും ഇല്ല, ജീവാവസാനവും ഇല്ല. അവൻ്റെ പൂർവാസ്തിത്വവും ഭാവികാല അസ്തിത്വവും ഒക്കെ നോക്കുമ്പോൾ അവന് ആരംഭവുമില്ല, അവസാനമില്ല, അപ്പനുമില്ല, അമ്മയും. ജീവാരംഭവും ഇല്ല, ജീവാവസാനവും. എന്നാൽ കന്യകയുടെ ഉദരത്തിൽ അവൻ ഉരുവായി
33.5 വർഷം ജീവിച്ച് മരിച്ച് അതിനൊരാരംഭം അവസാനമുണ്ട്. 33.5 വർഷം, അത് 1-ാം വർഷം. ആ 33.5 വർഷം കഴിയുമ്പോൾ യേശു മരിക്കുമ്പോൾ അതിൻ്റെ ആ ആൽഫ ഒമേഗ എന്ന പ്രയോഗം അവിടെ സഫലമാകുകയാണ്. ആദ്യനും അന്ത്യനും. അവിടെ അവന് അമ്മ മറിയ ഉണ്ടായിരുന്നു. അവൻ ആരംഭവും അവസാനവും ഉള്ളവനായിട്ട് മാറി. ചുരുക്കി പറഞ്ഞാൽ നിത്യനായ ദൈവം കാലങ്ങളിലേക്ക് ചുരുങ്ങിയിട്ടു. സർവ്വവ്യാപിയായ ദൈവം ഒരു പ്രത്യേക സ്ഥലത്ത് ജനിച്ച് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് ഇറങ്ങി വന്നു. അതാണ് മനസ്സിലാക്കുന്നത്. ദൈവം സർവ്വവ്യാപിയാണ്. ആ സർവ്വവ്യാപിയായ ദൈവം യേശുക്രിസ്തു അവിടുന്ന് ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് താമസിക്കാനായിട്ട് കുറേ കാലം, 33.5 വർഷം. കർത്താവിൻ്റെ കാലത്തെക്കുറിച്ച് തന്നെ, കർത്താവിൻ്റെ സംവത്സരത്തെക്കുറിച്ച് തന്നെ എബ്രായ ലേഖനം 1 പറയുന്നത്, ദൈവമേ നീ അനന്യൻ, നിൻ്റെ സംവത്സരങ്ങൾക്ക് അവസാനമില്ല. ആ കാലത്തിന് ആരംഭമില്ല, അവസാനമില്ല. അപ്പോൾ കാലാരംഭവും ഇല്ല, കാലാവസാനവും ഇല്ലാത്ത നിത്യകാലത്ത് നിന്ന് യേശു തുടക്കവും ഒടുക്കവുമുള്ള ഒരു 33.5 വർഷത്തെ ജീവിതത്തിലേക്ക് ഈ ഭൂമിയിൽ ജഡത്തിൽ, ശരീരത്തിൽ അവതരിച്ചു. അതുകൊണ്ട് അവന് ആരംഭമുണ്ട്, അവസാനമുണ്ടെന്ന് പഠിപ്പിക്കേണ്ടി വരും. അവൻ നിത്യനായ ദൈവമാകിയാൽ ആരംഭവുമില്ല, അവസാനമില്ല. അവൻ മരിക്കാനായിട്ട് പാപം വഹിച്ചുകൊണ്ട് മനുഷ്യവർഗത്തിന് വേണ്ടി മരിക്കാൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവന് 33.5 വർഷത്തെ ജീവിതമാണ് ഭൂമിയിൽ പിതാവ് കൊടുത്തത്. അത് 1-ൽ തുടങ്ങി 33-ൽ അവസാനിച്ചു. അതിന് ആരംഭമുണ്ട്, അവസാനമുണ്ട്. അവിടെ ഒരു മാതാവിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 2 വശങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. യേശു ആരാണ്? യേശു ആരായിരുന്നു? യേശുക്രിസ്തു ആരായിരുന്നു? അവൻ നമുക്ക് വേണ്ടി ആരായി തീർന്നു? അവൻ അനാദികാല നിത്യതയിൽ വാഴുന്ന ദൈവമാണ്. അവൻ കാലഘട്ടങ്ങളിലേക്ക് ചുരുങ്ങിയിറങ്ങി 33.5 വർഷം. സ്ഥലകാല പരിമിതികൾക്കപ്പുറം സർവശക്തനായ ദൈവം വ്യാപരിച്ചു നിൽക്കുന്നവനാണ്. സകലത്തിൻ്റെ മേലും സർവ്വവ്യാപിയാണ്. അവിടുന്ന് ഒരു പർട്ടിക്കുലർ പ്ലേസ് എടുത്ത് ഭൂമിയിൽ 33.5 വർഷം ജീവിച്ചു. അവൻ്റെ ചുരുങ്ങിയുള്ള ഇറക്കം, ആ മറിയയുടെ ഉദരത്തിലേക്ക് അവൻ ചുരുങ്ങിയിറങ്ങി 9 മാസം അവിടെ ജീവിച്ചു. 9 നാഴിക അല്ലേ? 9 മാസം 9 നാഴിക 9 വിനാഴിക ആ ഉദരത്തിൽ പാർത്തു. അപ്പം യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നിയമിച്ചു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ജനിച്ചു എന്ന് പറയുന്നതും സൃഷ്ടിച്ചു എന്ന് പറയുന്നതും ഉളവാക്കി എന്ന് പറയുന്നത്, ജനിപ്പിച്ചു എന്ന് പറയുന്നത്, സൃഷ്ടിച്ചു എന്ന് പറയുന്നതൊക്കെ, ഉളവാക്കി എന്ന് പറയുന്നതൊക്കെ അവനെ നിയമിച്ചു എന്നുള്ളതാണ്. സദൃശ്യവാക്യം 8:23 നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുൻപേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആ നിയമിക്കപ്പെട്ടിരിക്കുന്ന പദത്തെ ഉളവാക്കി എന്ന പദം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ജനിച്ചിരിക്കുന്നു എന്ന പദം കൊണ്ട് 27-ലേക്ക് വരുമ്പോൾ അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, കണ്ടോ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി യേശുക്രിസ്തു ശില്പി തന്നെയാണ്, സൃഷ്ടിതാവാണ്. അതിൻ്റെ 29-ാം വാക്യം, വെള്ളം അവൻ്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിന് അതിർ വച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടപ്പോഴും ഞാൻ അവൻ്റെ അടുക്കൽ ശില്പിയായിരുന്നു. ഞാൻ അവൻ്റെ അടുക്കൽ ശില്പിയായിരുന്നു. ഞാനാ ശില്പി, അവൻ്റെ അടുക്കൽ. ആര്? പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ പുത്രനാകുന്ന ശില്പിയാണ് സകലത്തെയും സൃഷ്ടിച്ചത്. അതാണ് പൗലോസ് പറയുന്നത്, അവൻ മുഖാന്തരം സകലത്തെയും ഉളവാക്കി. യോഹന്നാനും അതാ പറയുന്നത്, അവൻ മുഖാന്തരം സകലത്തെ ഉളവാക്കി. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം, പൂർവാസ്തിത്വം, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പിതാവായ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. കാരണം ഈ ലോകവും സകലതും പിതാവ് തൻ്റെ പുത്രൻ മുഖാന്തരമാണ് ഉളവാക്കിയത്. പിതാവിൻ്റെ സന്നിധിയിൽ പുത്രൻ ശില്പിയായിരുന്നു. അതുകൊണ്ട് അവൻ അവയെ വീണ്ടെടുക്കേണ്ടതിന് മനുഷ്യന് പാപമോചനവും മരണമോചനവും നൽകി. സൃഷ്ടികൾക്ക് ശാപമോചനം നൽകി. ഒരു പുതുലോക വ്യവസ്ഥ സ്ഥാപിക്കുവാൻ വേണ്ടി കർത്താവ് ലോകത്തിലേക്ക്. അവിടുന്ന് ലോകാരംഭത്തിനു മുമ്പേ സൃഷ്ടിക്കപ്പെട്ടവനായിരുന്നു. ലോകാരംഭത്തിനു മുമ്പേ സൃഷ്ടിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? അവൻ ഉളവായിരുന്നു, പണ്ടേ ഉണ്ടായിരുന്നു. അവൻ ലോകാരംഭത്തിന് മുൻപേ സകലത്തെയും വീണ്ടെടുക്കുവാൻ, സകലത്തിനു വേണ്ടി ക്രൂശുമരണം മരിച്ച് സകലത്തെയും വീണ്ടെടുക്കുവാൻ പിതാവായ ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ, അപ്പോയിൻമെൻ്റ് ചെയ്യപ്പെട്ടവനായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ.